ദിനേശേട്ടാ 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 രാത്രി 7 മണി കഴിഞ്ഞേ നോക്കേ എണീക്ക് എണീറ്റാ ബാ 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 നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ബാ ദിനേശേട്ടാ ഇങ്ങനെ ചടഞ്ഞ് കിടക്കാതെ എൻ്റെ കൂടെ വാ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റിപ്പിടിക്കണം തമാശയാക്കല്ലേ രാവിലെ തന്നെ ഇന്നലെ രാത്രി ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു സുന്ദരി നായരുടെ ഹെൽത്ത് ഡബിളൊക്കെ അതിൽ മാഡം പറയുവാ മാഡം ഓട് പറയാ നമ്മൾ എപ്പോഴും ഫിറ്റ് ആയിരിക്കണം നാളെ ഒരു കുപ്പി കൊണ്ടുവരാം രാത്രി ഫിറ്റാ നിങ്ങളെന്തിനാ രാവിലെ തന്നെ ഇങ്ങനെ ചളിയടിക്കുന്നത് ഇതെന്താന്ന് അടിച്ചാക്കാന്നാ ശ്വാസം ഒന്നും ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഒരു കാര്യമില്ല കുറച്ചെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ ആ രാജുവിനെയും ഉണ്ണിനെയും ജയനെയും ഒക്കെ കണ്ടുപഠിക്കും പൃഥ്വിരാജ് ജയസൂര്യ മനുഷ്യനെ വായി കൊള്ളുന്ന വർത്തമാനം വേണം പറയാൻ നിന്റെ മടിക്കടത്തിട്ടല്ലേ അവർക്ക് പേരിട്ടെ നിങ്ങളുണ്ടല്ലോ ഞാൻ പറയുന്നതിന് എല്ലാത്തിനും കുറ്റം പറയാണ്ട് അവരെ നോക്ക് അവരെ മുഖത്തെ ആ പ്രകാശം നോക്ക് മേക്കപ്പ് അപ്പൊ മസിൽ എങ്ങനെയാ മരുന്നു നിങ്ങൾക്കൊരു വിചാരമുണ്ട് നിങ്ങൾ വലിയ ബുദ്ധിമാനാണ് ഒരു വിചാരമുണ്ട് ഞാൻ പൊട്ടനാണ് എടി സിനിമാക്കാർക്ക് ഇങ്ങനെ മസിലെല്ലാം നിർമ്മിച്ചിറക്കാൻ ഞാൻ അൽബാസി കമ്പനിയിൽ ഒരു അക്കൗണ്ടന്റാണ് നാളെ ഞാനിങ്ങനെ നിർമ്മിച്ചിട്ടൊക്കെ അളവ് വേണ്ടല്ലോ എൻ്റെ അറബി എൻ്റെ മൂത്ത് വയ്ക്കും അൽ ഹബാറത്ത് കുബാന്ന് എന്ന് എന്ന് വെച്ചാ ഇതെന്താണ് കോലം നിന്റെ പിന്നെ അറബിക്ക് ഇതല്ലേ പണി ദിനേശേട്ടാ ആണുങ്ങളായ കുറച്ച് ലുക്കെല്ലാം വേണം എനക്കെന്നാ ലുക്കില്ലേ പിന്നെ ലോക്കൽ ലുക്ക് നിങ്ങൾ മമ്മൂട്ടിനെ കണ്ടിനാ മമ്മൂട്ടിന്റെ ലുക്ക് കണ്ടിനാ മമ്മൂട്ടിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് പ്രായം കൂടുതൽ തോന്നുന്നു ഓക്കെ എല്ലാം പോട്ടെ നിങ്ങളിപ്പോ മോഹൻലാലിനെ കണ്ടിനാ മെലിഞ്ഞിട്ട് ഇത്ര സുന്ദരനായി നിങ്ങൾക്കറിയാം എൻ്റെ അമ്മ പറയലുണ്ട് നിങ്ങളെ കാണാൻ ഒരു മോഹൻലാലിന്റെ കട്ടുണ്ട് നിങ്ങളെ നടത്തൂ നിങ്ങളെ ചിരിയൂ നിങ്ങളെ അടുത്തുള്ള കളിയിലല്ലേ അതെല്ലാം ഉണ്ടെന്ന് അമ്മ പറയുന്നുണ്ട് ഇപ്പൊ നോക്കിയാട്ടെ കണ്ട ചിക്കനും ബീഫെല്ലാം തിന്ന് കൊഴുപ്പ് കയറി കറുത്തെന്തോ പോലായി ലൈഫ് സ്റ്റൈല് മാറ്റണം സുന്ദരി മാഡം പറയുവാ ഡയറ്റിംഗ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ എക്സസൈസ് യോഗ സുംബ ഡാൻസ് ഈ എല്ലാം ഒരുമിച്ച് തുടങ്ങിയാൽ എൻ്റെ ആഫീസ് വിട്ടിപ്പോ ആദ്യം ഞാൻ ഏതെങ്കിലും ഒന്ന് തുടങ്ങാം ആദ്യം അല്ല അത് ശരിയാ എന്നൊരു കാര്യം ചെയ്യും ദിനേശ് ചേട്ടൻ ഡയറ്റിംഗ് തുടങ്ങിക്കോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എല്ലാം ചെയ്തോളൂ അപ്പൊ പല്ലേച്ചിട്ട് വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഓക്കെ നെല്ലിക്കില്ലേ ഇന്ന് മുതൽ നമ്മൾ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം കണ്ണം കൂട്ടി കുടിച്ചാ മതി ആദ്യം എല്ലാം അങ്ങനെ ഉണ്ടാവും ഇത് ശരിയാക്കോ ചോയ പോകുന്നതിന് മുന്നേ വീട്ടിൽ കുടിക്കേ Look, best. Come here. Best. Best. Come dulu.
എത്ര കഷ്ടപ്പാടല്ലേ, എത്ര കഷ്ടപ്പാടാണ് ദിനേശേട്ടനെ ലുക്കാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത്. ഭക്ഷണം എടുത്ത് വെക്ക സുലു. സുലു എനിക്ക് സലാഡ് പോകണേ, ഡയറക്റ്റ് ചോറ് കഴിക്കാൻ. നീ ചോറ് എടുത്തിട്ടോ? ചോറൊന്നുമില്ല, ഇതാണ് ലഞ്ച്. അത് ചോറ് പറ്റിയ സുന്ദരിമാടം പറഞ്ഞേ അരി ഭക്ഷണം തൊടാൻ പോലും പാടില്ല. എന്നാ അരി എന്താ ഈ സുന്ദരിമാടത്തെ പോലെ കരിക്കോ മാത്രം നമുക്ക് ചോറിനോട് ഇത്ര വലിയ ദേഷ്യം? നമുക്ക് ചോറ് വേണം. ഞാനൊന്നും ചോറൊന്നും ഉണ്ടാക്കില്ല, ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. ഇത് കഴിച്ചാ മതി. ചോറ് വേണം. ഇതാ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി മുതൽ നമ്മുടെ ലഞ്ച് ഇതാണ്. എന്റെ ദിനേശേട്ടൻ നിങ്ങൾ ഇത് നോക്കിയേ, ബോൾഡ് ബ്രക്കോളി. ദിനേശേട്ടന്റെ കരള് നല്ലത്, പിന്നെ ക്യാരറ്റ് കണ്ണിന് നല്ലത്, കുക്കുംബർ തല തണുക്കും, പിന്നെ കൊറിയാണ്ടർ ലീഫ് ബ്ലഡ് ശുദ്ധീകരിക്കുകയും ചെയ്യും, നല്ലോണം പൊടുക്കുകയും ചെയ്യും. പക്ഷെ ഇതൊന്നും വയറിന് വല്ല സുഖമുള്ള പരിപാടിയല്ല എന്റെ സുലു. അതിന് ചോറിനാണോ? ഇന്ന് ഇത് കഴിക്കുക, നാളെ മുതൽ ദിനേശേട്ടൻ ഇത് ശീലാവും. കഴിക്കും കഴിക്കും. നീ എന്നെ കഴിച്ചാൽ മതി. ഞാൻ കഴിക്കും. ചപ്പും പുല്ലും. നീ എന്നാ പശുവാ? ഒരു ജ്യൂസ് കഴിക്കും. എനിക്ക് വേണ്ട. 2 നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവിടെ ചാവാണ്ടൊന്നുമില്ല. നിനക്ക് ദിനേശന്റെ വാശി അറിയില്ല. നീ കാണാൻ പോലെ ഉള്ളു ദിനേശന്റെ വാശി. ദിനേശേട്ടാ, ദിനേശേട്ടാ, ദിനേശേട്ടാ എണീക്ക്, എണീക്ക്. 11 മണി, ഭക്ഷണം കഴിക്കണ്ടേ? സുന്ദരിമാരൻ പറഞ്ഞേ രാത്രി ലൈറ്റ് ഫുഡ് മാത്രമേ കഴിക്കാവൂന്ന്. എന്റെ സുന്ദരി രാവിലെ തൊട്ട് പട്ടിക കിടക്കുന്ന ആള് എന്നാ ചെയ്യേണ്ടത്? എന്റെ സുന്ദരിമാരൻ പറഞ്ഞിട്ടില്ലേ? ഡയറ്റിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല, രാത്രി ആപ്പിടാൻ പോലും നല്ല. എല്ലാ ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാലേ ഡോക്ടറിന്റെ അടുത്ത് പോകണ്ട. ഇങ്ങനെ പോയാൽ ഡോക്ടറിന്റെ അടുത്ത് എത്തൂല. എനിക്ക് വിശന്ന്. മുട്ടയുണ്ടാ? ഇല്ല. ചപ്പാത്തി? ഗോതമ്പില്ല. അരി തീർന്നുപോയി. പപ്പടം മോശമായി പോയി. മതി, കുറെ ആയി സഹിക്കുന്നു. നിനക്ക് കാണിച്ചു കാടി. നീ ദിനേശന്റെ കറക്റ്റ് സ്വഭാവം കാണാൻ പോകുന്നുള്ളൂ. പഠിപ്പിച്ച നാട് നിൽക്കാം. അങ്ങനെ ഞാൻ ലൈക്ക് അടിച്ചിട്ട് ഇപ്പൊ അങ്ങനെ 100 ലൈക്ക് തികക്കണ്ട. ഇത് ബിരിയാണി. എല്ലാം നിന്റെ തോന്നിയ സൈഡ്. അത് ഞാൻ കുറെ വെച്ചത്. ഇനി നടക്കൂല. ഇനി ദിനേശൻ നടക്കാൻ നിന്റെ ഈ പരിപാടി നടക്കൂല. ഒരു സുന്ദരിയാണ്. ഞാൻ ഒന്ന് കുളിച്ചിട്ട് കേട്ടോ. നീ ഒരു വിധേയത എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലടി. ഈ വീട്ടില് ഞാൻ കഴിക്കാത്ത ബിരിയാണി ആരും കഴിക്കണ്ട. ഞാൻ ചാവണം. എനിക്ക് വിശക്കുന്നത്. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയല്ല ഈ സീത വരും കൂടെ. സുലു ചായ.
ചായ. ഇത് കട്ടൻ ചായ എന്നല്ല പറയാ, കോസറോൾ എന്ന് പറയാ. കോസ് ഇത് വേറൊരു മനുഷ്യജീവിക്ക് കുടിക്കാനുള്ള എന്നുള്ള ഒരു വിചാരം വേണം. മധുരവും അല്ല ആർക്കോ വേണ്ടിയിട്ടാക്കിയിട്ട്. മധുരം ഞാൻ മധുരം ഉണ്ടല്ലോ ആവശ്യത്തിന്. ആരാവശ്യത്തിന്? നിങ്ങളെ ആവശ്യത്തിനാ എൻ്റെ ആവശ്യത്തിനാ? മധുരം ഇട്ടിനെ. പോയട്ടെ, പോയിട്ട് കുടിക്കുവോ കളി എന്തേലും ചെയ്യും. എനക്ക് വേണ്ടി ചായ. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇറ്റലി. ഇറ്റലി അല്ല, അമേരിക്ക. എപ്പോ നോക്കിയാലും ഇറ്റലി പുഴുങ്ങി തരും. പോയിട്ട് എടുത്തു വെക്ക. എന്താന്ന് വെച്ചാല് ചേട്ടാ, ഓ ഓ ഇതെല്ലാം നാക്കീന്. എന്ത്? ഇത്രയും കാലമായിട്ട് ഒരു വീട് എങ്ങനെ വൃത്തിയാക്കി വെക്കണ്ടെന്ന് അറിയില്ല അല്ലേ? ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി പോയിരുന്നു. ഇങ്ങനെ ആടി ആടി നിന്നോ എന്നാ വീടെല്ലാം വൃത്തിയാവും. ഇങ്ങനെ തത്തക്കും പിത്തക്കും കളിക്കാണ്ട് നോക്ക് വേഗം. തുടങ്ങാം. അയ്യോ, വൃത്തിയായി. വൃത്തിയായി. നിലത്ത് നുരുളാണ്ട് എണീറ്റായിരുന്നു. എന്തല്ലോ കാട്ടി കൂട്ടി കാണുമ്പോണ ഒപ്പിച്ച്. ഇതേതാ പടം സെല്ലു? ചോറായ? ചോറായ? ചോറും കറിയും ആയോന്ന്? എന്നാ പോ 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 പോയി ചോറും കറിയൊക്കെ പടങ്ങാൻ പോ. എന്നാ പോ. തലവേദന എടുക്കുന്നു. ഈ 4 പേര് ഫോൺ കുത്തി പിടിച്ചിട്ട് തലവേദന. അല്ലാണ്ട് നിങ്ങളെ കാണാനുള്ള സംസാരം കേട്ടിട്ടല്ല. അതല്ല അടക്കട്ട് കക്കൂസ് വൃത്തിയാക്കിയ. വാഷിംഗ് മെഷീനിൽ തുണി എടുത്തിട്ട് അറിയട്ടോ. വാഷിംഗ് മെഷീൻ മറ്റേ ആയിട്ടില്ല. അതിൻ്റെ അകത്ത് മറ്റേ നീ ശബ്ദമൊന്നുമില്ല. രാത്രി തന്നെ ഫുഡ് ആക്കിയത് രാത്രിയില്ല. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഒരു മൂടില്ല. മൂടില്ല? മൂടില്ല. നമുക്ക് പുറത്ത് പാസ് ആവുന്ന പോയാട്ടെ, പോയി ഫുഡ് ഉണ്ടാക്കിയട്ടെ. വെറുതെ എന്റെ വയറ് കളയാൻ വേണ്ടിട്ട് പോ 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 പോയി ഫുഡ് ഉണ്ടാക്കി. അവിടെ ചുമഞ്ഞിരുന്നേ. സുലു, സുലു, സുലു.
ഇന്നൊന്നും പൊട്ടം കടിച്ചില്ല. തത്തക്ക പിത്തങ്കളിങ്ങനെ പോയി ചായ എടുക്കണേന്ന് രാവിലെ അടിച്ച് ഉച്ചയായി കയറി ഒരു ചായ പോലും കിട്ടില്ല. സ്വപ്നം കണ്ടിരിക്കുന്നു. ഇതിന് കട്ടൻ ചായ എന്നല്ല പറയാ, കോസർ വെള്ളം എന്ന് പറയാ. ഇത് വേറൊരു മനുഷ്യജീവിക്ക് കുടിക്കാനാണെന്നുള്ള ബോധം വേണം. ഇതായിരിക്കോ വേണ്ടിയിട്ട് മധുരവും ഇല്ല. ഇറ്റലിയല്ല അമേരിക്ക, എപ്പം നോക്കിയാലും ഇറ്റലി മുങ്ങി തരും. ഒരു വീട് വൃത്തിയായിട്ടൊക്കെ ഇത്ര കാലത്ത് നീ പഠിച്ചിട്ടില്ല അല്ലേ? എന്തല്ലോ കാട്ടിക്കൂട്ടി വെച്ചത്. അല്ല കക്കൂസ് വൃത്തിയാക്കിനാ? ചോറായ മൂടില്ലേ? വെറുതെ മനുഷ്യന്റെ വയറ് കേടാക്കാനില്ല. പോയി ഫുഡ് ഉണ്ടാക്കട്ടെ. പൊടി 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 ഡാൻസ് കളിക്കുന്നത്. ദിനേശേട്ടാ, ദിനേശേട്ടാ, ഓ എന്റെ ദിനേശേട്ടാ, പറ സുലു. നമുക്കേ ഇന്ന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയാലോ? ഫുഡ് പുറത്തുനിന്ന് മേടിച്ചാലോ? ഇന്ന് എനിക്കൊരു മൂടില്ല ഫുഡ് ഉണ്ടാക്കാൻ. മൂടില്ലേ? ഇല്ല. മൂടില്ലെങ്കിലേ നീ എവിടെ വിളിച്ചോ? വിളിക്കട്ടെ? എവിടെയാ ഇപ്പൊ വിളിക്കുക? എവിടെങ്കിലും വിളി. എന്നാ ദിനേശേട്ടൻ ഫോൺ هلو الو السلام عليكم. منو معاي؟ منو معاي؟ ദിനേശേട്ടാ, ദിനേശേട്ടൻ വിളിക്കും. അനക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി. എന്തെങ്കിലും. എനിക്ക് എന്തായാലും നല്ല വിശപ്പുണ്ട്. ഞാൻ കനമായിട്ടല്ല പറയും. ഓക്കെ ദിനേശേട്ടൻ ഇഷ്ടമുള്ളത് പറയാം. ഹലോ ചേട്ടാ, ഇത് അൽ ഹിലാൽ അൽനാദ മജ്ലിസ് റെസ്റ്റോറന്റ് അല്ലേ? അതെ അതെല്ലോ. കഴിക്കാൻ തോന്നുന്നു സ്പെഷ്യൽ. നമ്മുടെ ഷെഫിന്റെ സ്പെഷ്യൽ ഒരു സാധനം ഉണ്ട്, കോട്ടയം സ്പെഷ്യൽ വറ്റിച്ച ചിക്കൻ കറി. എന്താ ചേട്ടാ, ഒരു കോട്ടയം സ്പെഷ്യൽ മുളകിട്ട വറ്റിച്ച കറി എടുത്തോ. പിന്നെ അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട അതിലെ ഗ്രേവി ഉണ്ടാവില്ല. പിന്നെ തെക്കന്മാര ഭയങ്കര മുളകായിരിക്കും. ചേട്ടന് ഇഷ്ടാവില്ല, എനിക്കറിയില്ലേ. ചേട്ടന് ഇഷ്ടാവില്ല അത്. എടുക്കട്ടെ സാറേ? അല്ല ചേട്ടാ, അത് വേണ്ട. വേറെ എന്താ ഉള്ള? ചിക്കൻ ചില്ലി ഉണ്ട്, ചുക്കയുണ്ട്, പെപ്പർ ഉണ്ട്, പിന്നെ ഗ്രില്ലും ഉണ്ട്. ഓക്കെ. എന്താ ചേട്ടാ, ഒരു ചിക്കൻ ചില്ലി 6 പൊറോട്ട. ഇത് ടൈഗർ ബിൽഡിംഗ്. ചേട്ടാ, ഈ ചിക്കൻ ചില്ലി ഇന്ത്യയാണോ ചൈനീസാണോ? ഇന്ത്യൻ. ഇന്ത്യ വേണ്ട, ഇന്ത്യ വേണ്ട. ചിക്കൻ ചില്ലി കഴിക്കണത് ചൈനീസ് അല്ല കഴിക്കണം. ഇന്ത്യ ശരിയാവില്ല. സാറേ എടുക്കട്ടെ? ഓ അല്ല, ചേട്ടാ ചിക്കൻ ചില്ലി വേണ്ട. ഒരു സെക്കൻഡ്. ഒരു ചിക്കൻ ചുക്കിയുണ്ട്, ചിക്കൻ പെപ്പർ ഉണ്ട്, പിന്നെ ഗ്രില്ല്. ചിക്കൻ ചുക്ക വേണ്ട, ചിക്കൻ പെപ്പർ, പിന്നെ ഗ്രില്ലല്ലേ. ചേട്ടാ ശരി, കിട്ടല്ലേ? ഗ്രേവി തരും. അപ്പൊ ചേട്ടാ, ഒരു ചിക്കൻ ഗ്രില്ല്, പിന്നെ 4 കുബൂസ് ആയിക്കോട്ടെ. ചേട്ടാ, ഈ ചിക്കൻ ഗ്രില്ലേ ചെറുത് മതി കേട്ടോ. സാറേ ഗ്രില്ലിനൊക്കെ ഇവിടെ ഒരു സൈസേ ഉള്ളൂ. സാർ ആദ്യമായിട്ടാണ് ഗ്രില്ല് ഓർഡർ ചെയ്യുന്നത്. ചേട്ടനെ പറ്റിക്കുന്നത് നമ്മുടെ പപ്പയുടെ വീട്ടിൽ പോയാലും നമ്മൾ കണ്ടതല്ലേ പറ്റിക്കുന്നത്. അപ്പൊ സാറേ അഡ്രസ്സോ ഫ്ലാറ്റ് നമ്പറും കൊണ്ടൊന്ന് പറയണേ. ചേട്ടാ ചിക്കൻ ഗ്രില്ല് വേണ്ട, വേറെ എന്താ ഉള്ള? എന്നാ ബീഫ് എടുത്തല്ലോ സാറേ, നല്ല ഫ്രഷ് ബീഫ് ഉണ്ട്. ബീഫ് ഫ്രൈ. ബീഫാ?
ദിനേശേട്ടൻ ബീഫ് കഴിച്ചു എന്നിട്ട് അച്ഛൻ അറിഞ്ഞാ പിന്നെ നാട്ടിൽ പോണ്ട. ബീഫ് വേണ്ട. ഫിഷോ ഇന്ന് ശനിയാഴ്ച മതി, ഞാൻ കഴിക്കും ഫിഷ്. ഫിഷ് ശരിയാവില്ല. കിട്ടില്ല. ചേട്ടാ മട്ടൻ വേണ്ടടാ. സാറി ഓർഡർ പറഞ്ഞായിരുന്നേ, നമുക്ക് വേറെ കുറെ ഓർഡർ ഉണ്ട് ഫിനിഷ് ചെയ്യാൻ. വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ആദ്യം പറഞ്ഞിട്ടില്ലേ കോട്ടയം ഫസ്റ്റ് ഫ്രീ ആയിട്ട് തരും. ചേട്ടാ ഒരു കാര്യം ചെയ്തു. നമ്മുടെ ആദ്യത്തെ എന്റെ സാറെ ഹോട്ടലെ ടൈം ആയി. ഒരു കാര്യം സാറ് മേഡം കൂടെ ഇതൊക്കെ തീരുമാനിച്ച് വിളിച്ച് ഉറച്ചിട്ട് എവിടെങ്കിലും വിളിച്ചു പറഞ്ഞ് കഴിച്ച് കിടന്നുറങ്ങാൻ നോക്കും. സാറെ വയറ്റിപ്പഴപ്പിനെ നമ്മൾ ഇത്ര ദൂരം വന്ന് ഈ കച്ചവടം ചെയ്യും. സാറ് രാത്രി വിളിച്ച് കോമഡി പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. സാറിന്റെ പണി നോക്കി പോയേ. ഗ്രേവി ഫ്രീ ആയിട്ട് തരുമോ? ഗ്രേവി ഫ്രീയാ? അരിയുണ്ടോ? സുലു നീ പോയിട്ടെ അരി എടുത്ത് വെള്ളത്തിട്ട്. അരി വെള്ളത്തിലിടാനോ? ഇപ്പൊ എന്തിനാ അരി വെള്ളത്തിലിടുന്ന? കഞ്ഞിയൊക്കെ. കഞ്ഞിയാ? അതെന്തിനാ? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കുക്ക് ചെയ്യാൻ മൂടില്ല. അല്ലെങ്കിലേ നമുക്ക് വേറെ ഹോട്ടലിൽ വിളിച്ചാൽ ഇത്ര സമയം ഒരാളുടെ മുന്നിൽ നാണം എടുത്ത് പറയാതെ ബാക്കിയുള്ള ഹോട്ടലിൽ തെരഞ്ഞു പിടിച്ച് നാണം എടുത്തിട്ട് ഏകദേശം പൊളിയാണ്. അമ്മൂമ്മയുടെ ഇങ്ങോട്ട് കഴുത അരക്കഴുത